ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശാസ്താംകോട്ട അമ്പലത്തിൽ നിന്ന് അഞ്ചാവുത്സവമാണ്. അപ്പം രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് പറയൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബസ് കയറാനായിട്ട് പോവുകയാണേ. അങ്ങനെ ബസ് കയറാൻ പോയപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ്, അതിന് കൊണ്ടുപോകാൻ വേണ്ടി പണിഞ്ഞു വെച്ചിരിക്കുന്ന കാളയാണേ. ഞാൻ അതൊക്കെ കണ്ടു. പിന്നെ ബസ് വന്ന് ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണേ. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു അമ്പലത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി തൊഴാനൊക്കെ പറ്റി. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കണ്ടു. പിന്നെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. അങ്ങനെ അമ്പലത്തിലെ വിളക്കൊക്കെ കണ്ട് എല്ലാം തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബസ്സിനകത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇന്ന് ഉച്ചക്കലത്തേക്ക് കറിക്ക് ചക്കക്കുരുവും മാങ്ങയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കക്കുരു എല്ലാം ചട്ടിയിലാക്കി അടുപ്പിൽ വെച്ച് വേവാനായിട്ട് വെച്ചു. തേങ്ങയൊക്കെ അതിന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുമ്മെടുക്കുകയാണ്. തേങ്ങയാണെങ്കിൽ പൊതിച്ചപ്പോൾ ഇങ്ങനെ ഇളകി വന്നു. പിന്നെ അതെല്ലാം കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അങ്ങനെ എല്ലാം അരിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അതൊന്ന് അരച്ചെടുത്തു. പിന്നെ കുറച്ച് കിഴങ്ങ് ഉള്ളിയും മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങ് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ചക്കക്കുരുവും മാങ്ങയൊക്കെ വെന്തു. അതിൽ ചേർക്കാനുള്ള കടുകൊക്കെ പൊട്ടിച്ച് എടുക്കുവാണേ. അങ്ങനെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മെഴുക്കുവരട്ടിക്ക് വേണ്ടുന്ന സാധനമെല്ലാം അടുപ്പിൽ വെച്ചു. അതെല്ലാം ഒന്ന് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തു. കിഴങ്ങൊക്കെ നല്ലതുപോലെ വേണം, അടച്ചു വെച്ചാണ് അതൊക്കെ വേവിച്ചെടുത്തത്. അങ്ങനെ അതെല്ലാം ഒന്ന് വെന്ത് നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോളാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ രാവിലെ എണീറ്റത് കൊണ്ട് ഇവിടെ വന്ന് നല്ല ഉറക്കമായിരുന്നേ. 1 മണിയൊക്കെ കഴിഞ്ഞാണ് ഉണർന്നത്. പിന്നെ അവൾ ഉണർന്ന് അവൾക്ക് ചോറൊക്കെ കൊടുത്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് ചായയൊക്കെ തിളപ്പിച്ചെടുത്തേ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊക്കെ ഇരുന്നു. നമ്മളാണെങ്കിൽ സ്നാക്സും കഴിച്ചുകൊണ്ടാണ്, ചീനി വറ്റിലൊക്കെ കഴിച്ചുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ഞാനും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇരുന്നു. ഇന്ന് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. അങ്ങനെ അത് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്.
ഉത്സവം കുറച്ചൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് 2 ബലൂണൊക്കെ വാങ്ങിച്ചു. ഇനി ഒരുപാട് ഫോട്ടോയും കാളയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ഇരുട്ടിയിട്ടേ അമ്പലത്തിലേക്ക് വരത്തുള്ളൂ. അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം. ബൈ ബൈ.